അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരികളെ, എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, എല്ലാവർക്കും സുഖവും സന്തോഷവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകാറുണ്ട്. കടം കൊണ്ട് വലയുന്നവർ, രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ, മനസ്സിന് സമാധാനമില്ലാതെ ജീവിക്കുന്നവർ, അങ്ങനെ ഒട്ടനവധി പേർ നമ്മൾക്കിടയിലുണ്ട് അല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരാഴ്ച കൊണ്ട് അത്ഭുതകരമായി ഫലം ലഭിക്കുന്ന ഒരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ്. ധാരാളം ആളുകൾക്ക് ഉത്തരം ലഭിച്ച ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഇത് ചൊല്ലിയതോടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റം സംഭവിച്ചു. പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നിങ്ങളൊന്ന് ഓർക്കുക, അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുവാനും ഇബാദത്തുകൾ എടുക്കുവാനും അള്ളാഹു നമ്മളെ പരീക്ഷിക്കുന്നത് മാത്രമാണ്. ഈ ദുനിയാവ് ശാശ്വതമല്ല, ശാശ്വതമായ ലോകം അവിടെയാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അള്ളാഹുവിനെ ഓർത്താൽ അവനിക്ക് നാളെ വിജയമുണ്ട്. അങ്ങനെ ഓർക്കുന്നവരിൽ നമ്മളെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽപ്പെട്ട അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഏറ്റവും ശക്തമായ ഒരു നാമമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. കഠിനമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് എത്രയും വേഗം പൂർണ്ണമായും ഫലം ലഭിക്കുന്ന ഒരു കാര്യമാണിത്. ഈ കാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഈമാനോടു കൂടിയും ഇഖ്ലാസോടു കൂടിയും ഒരാഴ്ച പതിവാക്കി ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു അവരുടെ പ്രയാസങ്ങൾക്ക് വലിയൊരു വഴി തുറന്നു കൊടുക്കുക തന്നെ ചെയ്യും. പ്രത്യേകിച്ച് കടബാധ്യതകളുള്ളവർ, മനസമാധാനത്തിനു വേണ്ടി കൊതിക്കുന്നവർ ഈ ദിക്ർ പൂർണ്ണ വിശ്വാസത്തോടെ ചെല്ലാൻ തയ്യാറായിക്കോളൂ. ഇൻഷാ അള്ളാ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് കാണാം. ഏതാണ് ആ നാമമെന്ന് പറഞ്ഞു തരാം. യാ ഫത്താഹു ജല്ല ജലാലുഹു എന്ന് 313 തവണ നിങ്ങൾ ചൊല്ലുക. എല്ലാ പൂട്ടപ്പെട്ട വാതിലുകളും തുറക്കപ്പെടുന്നവൻ എന്നതാണ് ഇതിൻ്റെ അർത്ഥം. കടബാധ്യതകളുള്ളവരുടെ കടങ്ങളെല്ലാം മാറ്റും, രോഗങ്ങളുള്ളവരുടെ രോഗങ്ങൾ മുക്തി നേടാൻ സഹായിക്കും. ഇത് ഒരുമിച്ച് 313 തവണയാണ് ചൊല്ലേണ്ടത്. ഇത് ചൊല്ലുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ആവശ്യങ്ങൾ മനസ്സിലിരുത്തി വിചാരിച്ച് ഇത് ചൊല്ലുക. ഒരാഴ്ച തുടർച്ചയായി നിങ്ങൾ ഇത് പതിവാക്കണം. ഇത് ചൊല്ലിയാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ അറിയാൻ കഴിയുന്നതാണ്. ഇത് ചൊല്ലാൻ ഏറ്റവും ഉത്തമ സമയം സുബഹി നിസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ നിങ്ങൾ ചൊല്ലാൻ ശ്രമിക്കുക. അതിനും കഴിയില്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് ഏത് നേരത്താണോ കഴിയുന്നത് ആ നേരത്ത് നല്ല നിയ്യത്തോടുകൂടി വുളുവെടുത്ത് നിങ്ങൾ ആത്മാർത്ഥമായി ഇരുന്ന് ചൊല്ലുക. അള്ളാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുക. അള്ളാഹുവിന് മാറ്റാൻ കഴിയാത്ത പ്രയാസങ്ങളില്ല, പ്രതിസന്ധികളില്ല. എല്ലാം കാണുന്നവനും എല്ലാം അറിയുന്നവനും അവനാണ്. ചെറിയ ചെറിയ പ്രയാസങ്ങൾ വരുമ്പോൾ ഒരിക്കലും തളർന്നു പോകരുത്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. എത്രയോ മക്കളാണല്ലേ ചെറിയ കാര്യത്തിന് പോലും ആത്മഹത്യക്ക് ഒരുങ്ങുന്നത്. അള്ളാഹു നമ്മളെയും നമ്മളുടെ മക്കളെയും അങ്ങനെയുള്ള ബുദ്ധികളിൽ നിന്ന് കാത്തു രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അള്ളാ നല്ല നല്ല അറിവുകളുമായി വീണ്ടും വരുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.